ഹായ് ഫൈസാണ് കോർബൽ ആർക്കിടെക്ചറിന് നമ്മൾ കോഴിക്കോട് കൊയിലാണ്ടിയിലായിട്ട് റീസെൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്രോക്സിമേറ്റ് 3000 സ്ക്വയർ ഫീറ്റിലായിട്ട് 4 ബെഡ്റൂമിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു ട്രോപ്പിക്കൽ ഡിസൈനിലായിട്ട് അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. സാധാരണ നമ്മൾ ചെയ്യുന്ന വീഡിയോ പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ ഇതിന് കുറച്ച് സമയം കൂടുതൽ എടുക്കാൻ മതിയോ, കാരണം കുറച്ച് ഏരിയ കൂടുതൽ നമുക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ ക്ഷമയും സമയമുള്ള ആൾക്കാർ മാത്രം കാണുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളൊക്കെ പോകുകയാണ്. ഗേറ്റ് തന്നെ നമുക്ക് തുടങ്ങാം. സാധാരണ നമ്മൾ എല്ലാ സൈറ്റിലും ചെയ്യുന്ന പോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫ്രെയിമും അതേപോലെ തന്നെ HPL ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയിലായിട്ടുള്ള ഒരു ഗേറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലോട്ടിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. കോർണറിൽ നിന്ന് എൻട്രി വരുന്നതുകൊണ്ട് തന്നെ നമ്മളെ വീടിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി കിട്ടുന്ന ഒരു പോയിന്റിലാണ് നമ്മളിപ്പോൾ ശരിക്കും നിൽക്കുന്നത്. ഈ ഒരു ആംഗിൾ നമ്മൾ വീട് നോക്കിക്കഴിഞ്ഞാൽ വീടിന് ഏറ്റവും കൂടുതൽ ഭംഗി കിട്ടുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഇത്രയും മുറ്റുണ്ടായതുകൊണ്ട് തന്നെ അവിടെ ലാൻഡ്സ്കേപ്പിൽ നല്ലൊരു വർക്ക് ചെയ്യാൻ അവിടെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റർലോക്കിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് പേവിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കോബിൾ സ്റ്റോൺ, ഇവിടെ ഒരു പാത്ത് വേ കോബിൾ സ്റ്റോൺ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പാത്ത് വേയും അതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യുന്ന സമയത്ത് മുറ്റത്രയും ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വീടിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് മരങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മരങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രൊജക്റ്റിലേക്ക് കാണാൻ ഭംഗിക്ക് ആവശ്യമുള്ളതാണ്, ലാൻഡ്സ്കേപ്പിന് ആവശ്യമുള്ളതാണ് എന്നുള്ള കാഴ്ചപ്പാട് വെച്ചിട്ട് എല്ലാം റീറ്റേൺ ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മാവ് കാണാം. മാവിനോട് ചേർന്നിട്ട് നമ്മൾ പണ്ടൊക്കെ ആൽമരത്തിന് ചുറ്റും ഒരു തറ ഇടുന്ന പോലെ ഇവിടെ നമ്മൾ ചെറിയൊരു ഭംഗിയുടെ തറ കെട്ടിട്ടുണ്ട്. ഇവിടെ ഗ്രാനൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇരിക്കണമെങ്കിൽ ഒന്ന് ഇരിക്കാം, ഒന്ന് റിലാക്സ് ആവാം എന്ന ഉദ്ദേശത്തിലൊക്കെ വെച്ചിട്ട് ഇവിടെ കുറച്ച് ഭംഗിയിലൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഗേറ്റിൻ്റെ എൻട്രി നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ വീടിൻ്റെ ഒരു ഫ്രണ്ടേജിൽ ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ സിറ്റ് ഔട്ട്. അപ്പോൾ ഒരു കോർണർ എന്നുള്ള എൻട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റ് ഔട്ടിന് പ്രോപ്പറായിട്ട് എൽ ഷേപ്പ് ആയിട്ട് വരുന്ന ഡിസൈനിലാണ് നമ്മൾ സിറ്റ് ഔട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റിൽ നിന്ന് കയറി വരുമ്പോൾ നല്ല ഭംഗി കിട്ടുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, സിറ്റ് ഔട്ടിൽ നമ്മൾ എല്ലാ സൈഡിലും ചെയ്യുന്ന പോലെ തന്നെ ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ചെയ്തത്. ലെപ്പോത്ര ഗ്രാനൈറ്റ് ആകുമ്പോൾ നമുക്ക് കാലൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ചൊരു ഗ്രിപ്പ് നമുക്ക് കിട്ടും. ഇപ്പോൾ മഴപ്പാറിലോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ സിറ്റ് ഔട്ടിൻ്റെ ഗ്രാനൈറ്റിൽ നിന്ന് നമുക്ക് കാല് സ്ലിപ്പായി പോകുന്നൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ഈ മഴ വരാതിരിക്കാനായിട്ട് നമ്മളിവിടെ മാക്സിമം സിറ്റ് ഔട്ടിൻ്റെ സൺഷെയ്ഡിന് പ്രൊജക്ഷൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും തുള്ളിത്തെറിക്കുന്ന ഒരു മഴൻ്റെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പോലും നമുക്ക് പരിക്കില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ചെറിയ 2 പോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഡിസൈനിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ 2 പോക്കറ്റ് എടുത്തത്. അവിടെ നമ്മൾ ചെറിയൊരു GI വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഈ സൈഡിലും ഒന്ന് മറ്റേ സൈഡിലാണ് കേട്ടോ. ഒരു GI വർക്കിൻ്റെ പിറകിലായിട്ടൊരു പ്ലാന്റ്. ശരിക്കും ഇത് നല്ല ഭംഗിയുള്ള ടെർമിനാലി ആയിരുന്നു. അപ്പോൾ എന്തോ ബുദ്ധിമുട്ടുകൊണ്ട് അത് കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പേ വളരെ ഭംഗിയിൽ നിന്ന സാധനമാണ്. ഇനിയിപ്പോൾ അതൊന്ന് റീപ്ലേസ് ചെയ്യേണ്ട ഒരു പണി ഉണ്ടാവും. അപ്പോൾ സിറ്റ് ഔട്ടിന് നമ്മളൊരു ഫീച്ചറായിട്ട് ഇങ്ങനത്തെ 2 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വീടിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ട്രോപ്പിക്കൽ ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു വീട് ചെയ്തത്. ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളെ പണ്ടത്തെ വീടുകളെ പോലെ സ്ലോപ്പും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പുതിയ വീടുകളെ പോലെ ഫ്ലാറ്റും കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് നമ്മൾ എക്സ്റ്റീരിയർ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡിസൈനിൻ്റെ ഭംഗി നമ്മൾ കൂടുതൽ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ പറഞ്ഞ സ്ലോപ്പും അതേപോലെ ഫ്ലാറ്റും അതിൻ്റെ പുറമെ നമ്മൾ ചെയ്ത കുറച്ച് ഡിസൈൻ എലമെൻസ് ആണ്. ഇപ്പോൾ ക്ലാഡിങ് ആയിക്കോട്ടെ, ഇപ്പോൾ ഈ GI വർക്ക് ആയിക്കോട്ടെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ കോമ്പിനേഷൻസ്, പിന്നെ ഇതേപോലത്തെ പ്ലാൻസ്, ഇതെല്ലാം നമ്മൾ വീടിൻ്റെ ഭംഗി കൂടുതൽ കൊണ്ടുവരിക, അതേപോലെ തന്നെ ഡിസൈൻസ് കൂടുതൽ എൻഗേജ് ചെയ്യുക എന്ന ഉദ്ദേശിച്ച് നമ്മൾ ചെയ്തതാണ്. പൊതുവേ നമ്മുടെ സൈഡിലൊക്കെ തന്നെ ഇത്രയും ഫ്രണ്ടേജ് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയ കൂട്ടലും കുറയ്ക്കലും നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ഇത്രയും മുറ്റം ഉണ്ടായതുകൊണ്ട് ഈ കാണിച്ച ഏരിയകളെല്ലാം മാക്സിമം നമുക്ക് കോംപ്ലിമെൻ്റ് ആവുന്നുണ്ട്. യൂഷ്വലി ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മുറ്റം കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുറ്റം കുറഞ്ഞ വീടിന് ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് കൂടുതൽ കാഴ്ച നമുക്ക് ഇപ്പോഴും അതിന് കിട്ടും. പിന്നെ പൊതുവേ നമ്മൾ ഈ ഒരു തറനോട് ചേർന്നിട്ട് ചെടി വെക്കുന്നതിനൊക്കെ ആൾക്കാർക്ക് പല അഭിപ്രായമാണ്, വെക്കണ്ട, കാരണം വേരിറങ്ങില്ല. അപ്പോൾ നമ്മളെ കാഴ്ചപ്പാടിൽ വേര് കുറച്ചായിട്ട് താഴത്തേക്ക് പോകുന്ന നല്ല ചെടികൾ വെക്കുകയാണെങ്കിൽ ഇത്ര ഭംഗി കിട്ടാൻ പറ്റുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടെങ്കിൽ അതെന്തിനാണ് നമ്മൾ ഒഴിവാക്കുന്നത്? ആ ഒരു രീതിക്കാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് വീടിന് അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ് നമ്മൾ കാർ പോർച്ച്. അപ്പോൾ യൂഷ്വലി നമ്മൾ എല്ലാ സൈറ്റും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഇൻഡസ്ട്രിയൽ കാർ പോർച്ച് ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കസ്റ്റമർക്ക് 2 ആവശ്യമാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, വീടിനോട് അറ്റാച്ച് ചെയ്തിട്ട് വലിയൊരു സ്ക്വയർ ഫീറ്റ് ഒരു പോർച്ചിൻ്റെ ആവശ്യമില്ല. രണ്ട് കാറ് നല്ല സൗകര്യത്തിൽ നിർത്താൻ പറ്റണം. അപ്പോൾ നമുക്ക് ഭാഗ്യം കൊണ്ട് ഇത്രയും മുറ്റുണ്ടായതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല ഈ ഒരു സൈറ്റിൽ. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് ഒരു കൺസൈൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്തത് 4 കാല് നമ്മൾ കോൺക്രീറ്റ് ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് ഫുൾ ട്രസ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ പോർച്ച് സെറ്റ് ചെയ്തത്. പോർച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ വീടിൻ്റെ സെയിം ഷിംഗിൾസ് കാര്യങ്ങളെല്ലാം പോർച്ചിന് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്ത് ഇൻഡസ്ട്രിയൽ പൈപ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ സിമെൻറ്റ് വി ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷിംഗിൾസ് സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഡിസൈൻ എന്താണോ അത് തന്നെ നമുക്ക് ഇവിടെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കോസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. മുറ്റം കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പോർച്ച് ഇവിടേക്ക് സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ പേവിങ്ങിൽ ഇവിടെ ചെറിയൊരു പാത്ത് വേ പോലെ നമ്മൾ ഇവിടെ ഡിസൈൻ കൊടുത്തത്. അത് നമുക്ക് ഈ ഒരു എൻറ്റയർ ആയിട്ടുള്ള ഒരു പോർഷൻ നമ്മൾ എൻ്റർലോക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊന്ന് ബ്രേക്ക് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു പാത്ത് വേ ഇവിടെ കൊടുത്തത്. അതുകൊണ്ട് തന്നെ പോർച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് പേവിങ് കൊണ്ടുവരാൻ പറ്റി.
വീടിൻ്റെ ഡിസൈൻ അതേപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കോർണേഴ്സിലൊക്കെ തന്നെ നമ്മൾ നല്ല നല്ല പ്ലാന്റ്സ് അതേപോലെ തന്നെ നമ്മൾ നല്ല ഗാർഡനിങ് വർക്കൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ വീടിൻ്റെ എക്സ്റ്റീരിയർ മാക്സിമം കോംപ്ലിമെൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ കൂടുതൽ ഒരു റിച്ച് ആക്കുക, ഗ്രീനറി കൂടുതൽ കൊണ്ടുവരുമ്പോഴേക്ക് വീടിന് ഒരു റിച്ച് ഫീൽ കിട്ടുക. ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിറ്റ് ഔട്ടിനോട് ചേർന്നുകൊണ്ട് തന്നെ സൈഡിലേക്ക് പോകുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ കിച്ചൺ യാർഡ് അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മളിവിടെ കുറച്ച് ലാൻഡ്സ്കേപ്പ് എല്ലാം ചെയ്ത് അവിടെ കുറച്ച് പാത്വേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പാത്വേ കൊടുത്തുകൊണ്ടുണ്ടായ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഈ പാത്വേൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടും. പിന്നെ അത് മാത്രമല്ല ഈ ഒരു കിച്ചണിൻ്റെ ഏരിയയിലേക്ക് നമുക്ക് കൂടുതൽ കാഴ്ച ശ്രദ്ധ പോകാതിരിക്കാനായിട്ട് നമ്മൾ അവിടെ നല്ല രീതിയിലായിട്ട് നമ്മളെ ബാംബു പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാംബു പ്ലാന്റ്സ് ശരിക്കും ഒന്ന് വലുതായി കഴിഞ്ഞാൽ അവിടെ കിണർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള തന്നെ ഒരു മറ നമുക്ക് അവിടെ കിട്ടും. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ഏരിയ കുറച്ച് ഭംഗി കൂടുതൽ തോന്നുകയും ചെയ്യും. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഒരുപാട് ശ്രദ്ധ വരാതിരിക്കാനായിട്ടും വീടിൻ്റെ ഒരു ഭംഗി കൂടുതൽ എലിവേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ കുറച്ച് ജാളി വർക്ക് അതേപോലത്തെ കുറച്ച് ഷോവാളുകൾ കാര്യങ്ങൾ അതും കൂടെ നമ്മളിവിടെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് തേക്കിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് ഇവിടെ ഈ ഒരു ഡോറിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഗ്രൂ ലൈൻസ് മാത്രമാണ് നമ്മൾ ഡോറിൻ്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തത്. പിന്നെ അതേപോലെ തന്നെ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലോക്കിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഫിംഗർ വെക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡോറ് ലോക്ക് തുറന്ന് നമുക്ക് അകത്തേക്ക് കയറാം. ബാക്കി വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ കാണാം. നമ്മൾ ഈ ഒരു ഡോർ തുറന്ന് നേരെ കയറുന്നത് നമ്മൾ വീടിൻ്റെ ഒരു ഫോമൽ ലിവിംഗ് റൂമിലേക്കാണ്. 2 ലിവിംഗ് റൂമുള്ള വീടാണ് നമുക്കിത്. അപ്പോൾ ഫോമൽ ലിവിംഗ് റൂം എന്ന് പറയുന്ന സമയത്ത് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഒന്ന് ഇരിക്കാനുള്ള സ്പേസ് എന്ന രീതിയിൽ നമുക്ക് കണക്കൂട്ടാം. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് സിമ്പിളായിട്ട് പക്ഷേ ഭംഗിയാക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ നമ്മളവിടെ വോളിൽ നേരെ കാണുന്ന വോളിലായിട്ട് നല്ല ഒരു പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സെൻട്രലായിട്ട് നല്ലൊരു ഫോട്ടോ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കോസി ആയിട്ടുള്ള ഒരു സോഫ സെറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത സമയത്ത് ഇവിടെ നമുക്ക് കൂടുതൽ സ്പേഷ്യസും ഫസ്റ്റ് ഇംപ്രഷൻ ഒരാളും കൂടി കയറി കഴിഞ്ഞാൽ ഇംപ്രഷൻ നമുക്ക് മാക്സിമം ഉഷാറാവുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്തത്. മിനിമലായിട്ടുള്ള പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻസ് എൻ്റയർ ആയിട്ട് നമ്മൾ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ കേട്ടൺ എല്ലാം തന്നെ ഒരു ലൈറ്റ് ടോൺ കേട്ടനാണ് നമ്മൾ സീലിംഗിൽ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിംഗ് റൂമിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെ നമുക്ക് മെറ്റലിൻ്റെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ PVD കോട്ടഡ് ആയിട്ടുള്ള പാർട്ടീഷനാണ്. അതിൽ കുറച്ച് ഗോൾഡൻ കളർ മിറേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്ത് അതൊന്ന് എൻഗേജ് ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ടോണിനോട് കണക്റ്റ് ആവുന്ന രീതിയിൽ. പിന്നെ ഇവിടെ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ്. ഫാമിലി ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫോമൽ ലിവിംഗ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ TV പാനൽ കംപ്ലീറ്റ് കാണുന്ന വിസിബിൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഒരു ഏരിയ സെറ്റ് ചെയ്തത്. അപ്പോൾ TV പാനലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് പാനൽ ചെയ്ത് കുറച്ച് ലാമിനേറ്റ് വർക്കും അതിൻ്റെ ഗ്രൂ വർക്കും കാര്യങ്ങളെല്ലാം കൊടുത്ത് അതേപോലെ തന്നെ TVക്ക് നല്ലൊരു സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ അറേഞ്ച് ചെയ്തത്. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ L ഷേപ്പിലുള്ള ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോഫ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് മാക്സിമം ഒരു റിലാക്സ് ആയിട്ട് ഇവിടെ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഫോമൽ ലിവിങ്ങിലുള്ള ഒരാളിത് കാണാത്ത ഒരു പ്രൈവസി നമ്മളിവിടെ കാണുകയും പിന്നെ അതേപോലെ തന്നെ TV മാക്സിമം എൻജോയ് ചെയ്യാം എന്നൊരു ആംബിയൻസും ഒരു ആസ്പെക്റ്റും കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ TV കാണാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ക്ലോസ്ഡ് ആയിരിക്കുക, അതേപോലെ തന്നെ TV കാണുമ്പോൾ നമ്മൾ റിലാക്സ് ആയി കാല് കയറ്റിയിരിക്കുക. ആ ഒരു സെറ്റപ്പ് ഒക്കെ നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ട് കിട്ടുന്ന ഒരു തരത്തിലാണ് നമ്മുടെ ഫാമിലി ലിവിംഗ് ഇവിടെ സെറ്റ് ചെയ്തത്. ഫാമിലി ലിവിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാഴ്ച പോവുക നമ്മളെ മെയിനായിട്ട് വരുന്ന വീടിൻ്റെ ഡൈനിങ് റൂമും അതേപോലെ കോർട്ട്യാർഡുമാണ്. ഈ ഒരു കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കോർട്ട്യാർഡാണ് ഈ വീടിനുള്ളത്. ഒന്ന് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇന്നർ കോർട്ട്യാർഡ്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ സെക്കൻഡ് കോർട്ട്യാർഡ്. ഇത് നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള ഡോറിൻ്റെ എൻട്രി ആണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി ചെയ്യുന്നത്. ഫാമിലി ലിവിംഗ് എന്ന് നമ്മൾ ഡോർ തുറന്ന് ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ നോക്കിയ സമയത്ത് എക്സ്റ്റീരിയറിലായിട്ട് വലിയൊരു സ്ലോപ്പഡ് സ്ലാബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സ്ലോപ്പഡ് സ്ലാബിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഈ മാസ്റ്റർ ബെഡ്റൂം. സ്ലോപ്പഡ് സ്ലാബ് ആയതുകൊണ്ട് തന്നെ ഈ റൂമിന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ റൂമിന് നമ്മൾ എക്സ്റ്റീരിയറിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് സ്ലോപ്പ് സ്ലാബിൻ്റെ ഹൈറ്റ് നമ്മൾ കുറച്ച് കൂട്ടി. ഹൈറ്റ് കൂട്ടിയത് കൊണ്ട് തന്നെ ഇവിടെ ഈ കാണുന്ന വലിയൊരു വാള് നമ്മൾ ആ ഒരു എക്സ്റ്റീരിയർ ഡിസൈനിന് വേണ്ടി ചെയ്ത സമയത്ത് വന്നതാണ്. ഈ ഒരു വാളാണ് നമ്മൾ ഈ ബെഡ്റൂമിൽ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ നമ്മൾ ഈ ചലഞ്ച് ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്തതെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നമ്മളെ മെയിൻ ചലഞ്ചായിട്ടുള്ള ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വാളിൻ്റെ ആ ഒരു പ്രയാസം ബ്രേക്ക് ചെയ്യാനാണ് ഈ ഒരു കോർണറിലായിട്ട് നമ്മൾ നല്ല ഒരു ഡിസൈൻ പാനൽ ഇവിടെ കൊടുത്തത്. ഈ ഡിസൈൻ പാനൽ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ പ്ലെയിൻ ആയിട്ടൊരു പാനൽ അടിച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്നുള്ള കാരണം കൊണ്ട് ഇവിടെ നല്ല ഗ്രൂ വർക്കുകൾ നമ്മൾ കൊടുത്തു. ഈ ഗ്രൂ വർക്കുകൾ കൊടുത്തതുകൊണ്ട് തന്നെ പ്ലെയിൻ ആയിട്ടുള്ള പാനലിങ്ങിൻ്റെ ആ ഒരു ഡിസൈൻ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള ഏരിയ നല്ല ഒരു പെയിൻറ്റിങ് കളർ നമ്മൾ സെലക്ട് ചെയ്തു. സെൻട്രലായിട്ട് നല്ല ഒരു ഫ്രെയിം നമ്മൾ അവിടെ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ എൻ്റെ തൊട്ട് പിറകിലായിട്ട് കാണുന്നത് നമ്മളെ വിൻഡോ ആണ്. വിൻഡോക്ക് മുകളിലായിട്ട് വലിയൊരു ഗ്ലാസ്ഡ് പോർഷനാണ്. ഈ ഗ്ലാസ്ഡ് പോർഷൻ നമ്മൾ എക്സ്റ്റീരിയറിൻ്റെ ഭംഗി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലൈറ്റിങ് കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ ചെറിയൊരു കളേർഡ് ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ്സാണ് കൊടുത്തത്. ഈ റൂമിൻ്റെ അകത്തേക്കുള്ള വെളിച്ചത്തിന് നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല. കാരണം പരമാവധി വെളിച്ച റൂമിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുക എന്നൊരു ലക്ഷ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പർപ്പസും കൂടെ നടന്ന് വലിയൊരു വോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് കവർ ചെയ്തു. പിന്നെ ഇവിടുത്തെ ബെഡ് നോക്കുകയാണെങ്കിൽ ഈ വോളിനോട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ ബെഡ് ഇട്ടത്.
അപ്പോൾ വീടിൻ്റെ അല്ലെങ്കിൽ റൂമിൻ്റെ ആംബിയൻസ് കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളതും കൂടെ ഈ ഒരു വാളിനെ കൊണ്ട് നമുക്കൊരു പ്ലസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡിൻ്റെ പിറകിലായിട്ട് സോഫ്റ്റ് കുഷ്യനാണ് നമ്മൾ ഫിനിഷിങ് കൊടുത്തത്. സോഫ്റ്റ് കുഷ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചാരി ഇരുന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നല്ല കംഫർട്ട് കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു കുഷ്യൻ സെറ്റിംഗ് വന്നത്. പിന്നെ അതേപോലെ തന്നെ നല്ല 2 ഡ്രോവേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള നമ്മളെ ഇലക്ട്രിക്കൽ സ്വിച്ചസ് ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ ഭംഗിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബെഡിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ബെഡിൻ്റെ ഫിനിഷിങ് നമ്മൾ കൊടുത്തത് ശരിക്കും കുഷ്യനാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഓടി നടന്ന് കളിക്കുന്ന സമയത്ത് ഈ കോർണറുകളിൽ വിരൽ കുത്തിപ്പോകുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നം ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഭയങ്കരമായിട്ട് അനുഭവിച്ച ആളാണ്. എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രശ്നം ഒരു കാരണവശാലും വരാത്ത രീതിയിലാണ് ഇവിടുത്തെ ബെഡ് നമ്മൾ സെറ്റ് ചെയ്തത്. ശരിക്കും വിരൽ കുത്തിപ്പോകുന്ന പ്രശ്നത്തിനല്ല, പ്രീമിയം ഫീൽ കിട്ടാനും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ് കുഷ്യൻ്റെ ഫീൽ കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. അതിനെ കൊണ്ടുള്ള പ്ലസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്ക് കാല് കുത്തിപ്പോകുന്നൊരു പ്രശ്നമില്ല. പിന്നെ അത് മാത്രമല്ല ഇത്രയും ലക്ഷറിയായിട്ട് ഇത്രയും നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടണമെങ്കിൽ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ശരിക്കില്ല. ഈ ഒരു കുഷ്യൻ ആകെയുള്ള ഒരു പ്രശ്നം മെയിൻ്റെനൻസ് കുറച്ച് പണിയാണ്. പക്ഷേ അതിനെല്ലാം ഇപ്പോൾ ടൂൾസ് ഉണ്ട്. ഇപ്പം നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് വളരെ നീറ്റായിട്ട് റൂം കൊണ്ടെടുക്കാൻ പറ്റുന്ന എല്ലാ ഓപ്ഷൻസും ഇപ്പോൾ മാർക്കറ്റ് അവൈലബിൾ ആണല്ലോ. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബെഡിൽ നിന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ട് നല്ലൊരു TV യൂണിറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് എന്ന് പറയുന്ന സമയത്ത് വെറുതെ ഒരു TV വെച്ചൊരു ബോക്സ് അടിച്ചതല്ല. TVൻ്റെ പിറകിലായിട്ട് നമ്മൾ നല്ലൊരു ഡിസൈൻ വോൾ കൊടുത്തിട്ടുണ്ട്. അവിടെ പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ പിറകിൽ കൊടുത്ത പോലെ തന്നെ ഒരു ഗ്രൂ വർക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള നല്ലൊരു പാനലിംഗ് വർക്ക് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലയൻറ്റിന് ചെറിയ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു വർക്കിംഗ് ടേബിൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പവർ സപ്ലൈ ഉണ്ട്. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്രോസ് വെന്റിലേഷൻ ആയിട്ട് നമ്മൾ 2 നല്ല വിൻഡോ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭംഗിയായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസും നമ്മൾ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കുറച്ച് നീളം കൂടുതൽ വരാൻ സാധ്യത ഉണ്ടെന്ന്. കാരണം ഇതെല്ലാം അത്രയും വിശദമായിട്ട് കാണിച്ചു തരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ചും കൂടി ക്ഷമ വേണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. വാർഡ്രോബിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 4 കള്ളി വാർഡ്രോബാണ് ഇവിടെ കൊടുത്തത്. 2 കള്ളി നമ്മൾ ഗ്ലാസ് ഫിനിഷും അതേപോലെ തന്നെ 2 കള്ളി പ്ലൈവുഡ് ലാമിനേറ്റ് ഡോറാണ് കൊടുത്തത്. അപ്പോൾ ഇതും നമ്മൾ ഡിസൈൻ എലിവേറ്റ് ചെയ്യാവുന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു കോമ്പിനേഷൻ നമ്മളിവിടെ കൊണ്ടുവന്നത്. പിന്നെ നമ്മളെ ഒരു റൂമിൽ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഡ്രസ്സിംഗ് റൂം. ഡ്രസ്സിംഗ് റൂമിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് അധികം ആൾക്കാർക്ക് അറിയില്ല. കാരണം അവിടെ ഒരു കണ്ണാടി മാത്രം കൊണ്ടുവെക്കുക അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് റൂമിലേക്ക് കാണാതെ കയറുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് ഡ്രസ്സിംഗ് റൂമിൽ നിന്നാണ് പൊതുവേ അധികം ആൾക്കാരെ ഒരു ഊഹം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രസ്സിംഗ് റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഡ്രസ്സിംഗ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ചേഞ്ചിങ് റൂം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. കാരണം നല്ലൊരു മിററും അതേപോലെ തന്നെ ചേഞ്ചിങ് ആക്സസറീസ് കംപ്ലീറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ എല്ലാ ആക്സസറീസും സാധനങ്ങളും ഉണ്ടായതുകൊണ്ട് ചേഞ്ചിങ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ബാത്റൂമിലേക്ക് കയറുന്ന ഒരു ഡോറ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബാത്റൂം അത്യാവശ്യം നല്ല ഭംഗിയിൽ നമ്മൾ ടൈലിങ് കാര്യങ്ങളും ചെയ്ത് സെറ്റാക്കിയ ഒരു ബാത്റൂമാണ്. അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ ഒരു പ്രൈവസി അല്ലെങ്കിൽ ബാത്റൂം ഡയറക്റ്റ് റൂമിൽ നിന്ന് കാണണ്ട എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ നടക്കും. ഒരു പെർഫെക്റ്റ് ചേഞ്ചിങ്ങും നമുക്ക് ഇവിടെ നടക്കും. അപ്പോൾ റൂമിലേക്ക് കയറി കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പ്രോപ്പർ ആക്സസും പിന്നെ അതേപോലെ തന്നെ നമുക്ക് വലിയൊരു മിറർ ഉണ്ടായതുകൊണ്ട് നല്ല ഒരു ഡ്രസ്സപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലൊക്കെ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഡ്രസ്സിംഗ് സ്പേസ്. മാസ്റ്റർ ബെഡ്റൂമിന്റെ കാര്യങ്ങളിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ലൈറ്റിംഗ് എല്ലാം നോക്കുകയാണെങ്കിൽ സീലിംഗിലെല്ലാം നമ്മൾ നല്ല ട്രാക്ക് ലൈറ്റുകളും പിന്നെ അതേപോലെ തന്നെ നല്ല കോബ് ലൈറ്റ് COB ലൈറ്റുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റിംഗ് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഉഷാറാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ ചെയ്തത്. ഇനി ബാക്കിയുള്ള റൂമിലേക്കും ഏരിയയിലേക്കും ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ മേജർ ആയിട്ടുള്ള കോർട്ട്യാർഡ്. ഈ കോർട്ട്യാർഡ് എന്ന് പറയുന്നത് നമ്മളെ എല്ലാ ഏരിയയിൽ നിന്നൂടെ നോക്കുമ്പോൾ ഇപ്പോൾ കിച്ചൺ ആയിക്കോട്ടെ ഡൈനിങ് എന്നായിക്കോട്ടെ നമ്മളെ ഫാമിലി ലിവിംഗ് എന്നായിക്കോട്ടെ എല്ലാ ഏരിയയിലും ആയിട്ട് നോട്ടം കിട്ടുന്ന രീതിയിലുള്ള ഒരു സെൻറ്റർ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തത്. ഇത് പെബിൾസ് കാര്യങ്ങളെല്ലാം ഇട്ട് റൂഫും നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ലൈറ്റ് വരുന്ന രീതിയിലാണ് ഈ ഒരു പോർഷൻ സെറ്റ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോർട്ട്യാർഡിൻ്റെ സറൗണ്ടിങ്സിലാണ് നമ്മൾ ഡൈനിങ് ഏരിയ ഫാമിലി ലിവിംഗ് ഏരിയ കിച്ചൺ ഏരിയ എല്ലാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഡൈനിങ്ങിൻ്റെ പോർഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഡൈനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 6 സീറ്റർ ഡൈനിങ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. അതിൽ കുഷ്യൻ ചെയർസ് ആണ്. പിന്നെ അതേപോലെ തന്നെ വിട്രിഫൈഡ് ടൈൽ വെച്ചിട്ടുള്ള ടോപ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തത്. എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. നമ്മുടെ തീമിലേക്ക് മാച്ച് ആവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫാബ്രിക്സ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോമൺ ഏരിയൻ്റെ ഒരു സെൻറ്റർ ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിന് ചുറ്റും കൂടുതൽ പാസിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഡൈനിങ്ങിനോട് കണക്റ്റഡ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെയർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മെറ്റൽ സ്റ്റെയർ ആണ്. മെറ്റലിൽ തന്നെ നമ്മൾ ഫുള്ളായിട്ട് തേക്ക് വുഡ് പാക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ ആണ്. ഈ സ്റ്റെയറിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. ഈ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആരെങ്കിലും ഡൈനിങ്ങിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോമായിട്ട് ഒരു നല്ലൊരു ഇൻട്രാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ഒരു കഥ പറയുക എന്നൊരു ആംബിയൻസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ ഒരു ഏരിയ നമ്മളിവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നിൽക്കാം, ഒന്ന് റിലാക്സ് ആവാം. അതേപോലെ തന്നെ ഈ ഒരു സ്പേസ് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റെയറിനോട് ചേർന്നുകൊണ്ട് നമ്മൾ 2 സാധനങ്ങളും കൂടെ ഉണ്ട് സ്റ്റെയറിൻ്റെ ചേർന്നുകൊണ്ട് തന്നെ. ഇപ്പോൾ സെൻട്രലായിട്ട് നമ്മൾ നല്ലൊരു പൂജ യൂണിറ്റ് ഉണ്ട്.
പൂജാ യൂണിറ്റ് ശരിക്കും വീടിൻ്റെ ഈ ഒരു ഡൈനിങ്ങിനോട് കണക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് പൂജാ യൂണിറ്റ് നമ്മൾ ചെയ്തത്. ഈ പൂജാ യൂണിറ്റിനാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ റൂഫിംഗ് എങ്ങനെയാണോ അതിൻ്റെ ഒരു പാറ്റേണും അതേപോലെ തന്നെ അതിൻ്റെ ഷിംഗിൾസ് എല്ലാം നമ്മൾ ഇവിടേക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ എക്സ്റ്റൻഷൻ എന്ന പോലെ പൂജാ യൂണിറ്റിൻ്റെ സൈഡിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ലൊരു വാഷ് ഏരിയ കാണാം. ഈ വാഷ് ഏരിയ ഡൈനിങ്ങിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനിങ്ങിലുള്ള ആൾക്കാർക്ക് വാഷ് ബേസിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കുക എന്ന ഉദ്ദേശം വെച്ചിട്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്തത്. പിന്നെ നമ്മളിപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം സൈഡിലും ചെയ്യാറുണ്ട്. ആ ഒരു ആംബിയൻസിൽ ഓപ്പൺ കിച്ചൺ, അതിൻ്റെ ഇടയിലായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും. യൂഷ്വലി നമ്മൾ എല്ലാ സൈഡിലും ഓപ്പൺ കിച്ചൺ കാണിക്കലുണ്ട്, പക്ഷേ ഇന്ന് ഓപ്പൺ കിച്ചൻ്റെ ഉപയോഗം കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊക്കെ ആവുന്ന സമയത്ത് എപ്പോഴും തന്നെ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ 1-2 ആൾക്കാരുള്ളപ്പോൾ പോലും ഡൈനിങ് ടേബിൾ കൊണ്ടുവെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ഈ ഒരു സ്പേസ് മതി, 2 ആൾക്കാണെങ്കിൽ ഈ ഒരു സ്പേസ് മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡൈനിങ് ടേബിൾ എപ്പോഴും മുഷിയുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ഓപ്പൺ കിച്ചൺ ആവുന്ന സമയത്ത് നമുക്ക് ഡൈനിങ്ങുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ നടക്കും. ഡൈനിങ്ങിൽ ഒരാൾ, നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് നമുക്ക് കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സംസാരിച്ചുകൊണ്ട് വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഫാമിലി ലിവിങ്ങിലുള്ള ആളായാലും തന്നെ നമുക്ക് കിച്ചണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കംഫർട്ട് നമുക്ക് ഇവിടെ നന്നായിട്ട് കിട്ടും. അപ്പോൾ പൊതുവേ ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു കിച്ചണിലുള്ള ആൾ വേറെ ഏതോ ലോകത്തായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പൺ കിച്ചൺ ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. പിന്നെ നമ്മളവിടെ കിച്ചണിൻ്റെ ഫീച്ചറായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്റ്റോർ റൂം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ക്യാബിനറ്റ്സ് എല്ലാം നമ്മൾ അപ് ടു സീലിംഗ് ആണ് കൊടുത്തത്. പിന്നെ അതേപോലെ നല്ലൊരു ടോളർ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ അറേഞ്ച്മെൻറ്റ്സും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് മെറ്റീരിയലൊക്കെ തന്നെ കൊറിയൻ ടോപ്പാണ്. അതേപോലെ തന്നെ നമ്മൾ ഡോറിൻ്റെ മെറ്റീരിയൽ നമ്മൾ WPC കംപ്ലീറ്റ് ആയിട്ട് അക്രിലിക് ഷീറ്റ് കവർ ചെയ്തിട്ടുള്ള ലാമിനേറ്റ് ആണ്, അക്രിലിക്കാണ് നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലോസിനെസ്സും പിന്നെ അതേപോലെ തന്നെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിച്ചണിൽ മാക്സിമം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ഡോറ് നേരെ വർക്ക് ഏരിയയിലേക്കാണ്. യൂഷ്വലി നമ്മൾ പ്രൊജക്റ്റിൽ നമ്മൾ വർക്ക് ഏരിയ അങ്ങനെ കാണിക്കാറില്ല, കാരണം വർക്ക് ഏരിയ കുറച്ച് മെസ്സി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ കേസും അങ്ങനെ തന്നെയാണ്, ഒരു ചെറിയൊരു വർക്ക് ഏരിയയാണ്. അപ്പോൾ വർക്ക് ഏരിയ ഈ ഒരു ഡോർ കടന്നു കഴിഞ്ഞാൽ വർക്ക് ഏരിയയാണ്. കിച്ചണിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ കിച്ചണോട് കണക്റ്റഡ് ആയിട്ട് നമ്മളെ മെയിൻ കോർട്ട്യാർഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കോർട്ട്യാർഡിൻ്റെ സൈഡിലൂടെ ചെറിയൊരു പാസേജ് ഉണ്ട്. ഈ പാസേജ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് എൻ്റർ ആവുന്നത് നമ്മളെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ കയറുന്നത് പാരൻസ് റൂമിലേക്കാണ്. പാരൻസ് റൂമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ മേജറായിട്ടുള്ള വർക്കൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ബെഡും പിന്നെ സൈഡ് ടേബിളും വാർഡ്രോബും മാത്രമാണ് ഇവിടെ ചെയ്തത്. ബെഡിന് വോളിലേക്ക് നമ്മൾ ചെറിയൊരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതേപോലെ തന്നെ ചെറിയൊരു കുഷ്യൻ ഫിനിഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല വെളിച്ചം കിട്ടാനായിട്ട് നല്ല വിൻഡോസും, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു റീഡിങ്ങിനൊക്കെ കുറച്ച് കൂടുതൽ താല്പര്യമുള്ള ആളായതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു റീഡിങ് സ്പേസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബുക്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്ന് റീഡ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ലൈറ്റിങ്ങും ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കണ്ട പോലെ തന്നെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു മിററും കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിങ് റൂമിൽ നിന്നാണ് ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമിലേക്കുള്ള എൻട്രി വരുന്നത്. അപ്പോൾ ബാത്റൂമിന് റൂമിൽ നിന്ന് ഡയറക്റ്റ്ലി ഒരു വിസിബിലിറ്റി ഇല്ലാതെ നമുക്ക് നേരെ ഇറങ്ങാം എന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു റൂം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രസ്സിങ് റൂമിലേക്ക് വരുന്ന വഴിക്കായിട്ട് നമ്മൾ വാർഡ്രോബിൻ്റെ പോർഷൻ ഉണ്ട്. ഇവിടെ നമ്മളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ടോണാണ് വാർഡ്രോബിന് നമ്മൾ ചെയ്തത്. 4 ഡോർ വാർഡ്രോബാണ്. അതിന് വുഡും അതേപോലെ തന്നെ ലാമിനേറ്റ് ഫിനിഷ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഫിനിഷ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ സീലിംഗ് എല്ലാം വളരെ പ്ലെയിൻ ആയിട്ട് ഒരുപാട് ഡിസൈനോ കാര്യങ്ങളോ കൊടുക്കാതെ മാക്സിമം സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബെഡ്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബെഡ്റൂമിൻ്റെ സ്പേസിലൂടെ തന്നെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു നമ്മളെ ശരിക്കും ഈ ഒരു ഫ്ലാറ്റിനൊക്കെ പവർ റൂം അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് റൂം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ ഒരു വെന്റിലേഷൻ റൂം എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് നമ്മൾ കയറുന്നത്. കാരണം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡബിൾ ഹൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഔട്ടർ കോർട്ട്യാർഡാണത്. ഇവിടെ കംപ്ലീറ്റ് ഗ്രിൽ വർക്ക് നമ്മൾ കൊടുത്തത്, റൂഫിൽ ഗ്ലാസ് ചെയ്ത് വോള് കംപ്ലീറ്റ് ആയിട്ട് ഗ്രിൽ വർക്കാണ് കൊടുത്തത്. 2 സൈഡിലും ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ചെറിയൊരു വാട്ടർഫോളും ഒരു വാട്ടർ ബോഡിയും കൂടെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഏരിയ ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയ ആയി മാറുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് നല്ല എയർ സർക്കുലേഷൻ, നമുക്ക് അവിടെ ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് ഉണ്ട്. ആ സ്ലൈഡിംഗ് ഗ്ലാസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു എയർ സർക്കുലേഷൻ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഈവൻ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു കാറ്റിൻ്റെ ഫീല് ശരിക്കും അവിടെ കിട്ടുന്നുണ്ട്. ഒന്ന് റിലാക്സ് ആവാൻ പറ്റുന്ന ഒരു സ്പേസ്, നമുക്കൊന്ന് കാം ആവാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഒരു വെന്റിലേഷൻ ഏരിയ, നമ്മൾ വീടിൻ്റെ അകത്തേക്ക് വെന്റിലേഷൻ അല്ലെങ്കിൽ കാറ്റ് കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ സോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഏരിയനെ വിളിക്കുകയും ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡൈനിങ്ങിനോട് ചേർന്നുകൊണ്ട് നമ്മൾ സ്റ്റെയർ പറഞ്ഞു. സ്റ്റെയർ ഒന്ന് കയറി മുകളിലെ കാര്യങ്ങളും കൂടി ജസ്റ്റ് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറുന്ന സമയത്ത് നമ്മളിവിടെ വെൽക്കം ചെയ്യുന്നത്, ഇവിടെ നമ്മളൊരു സെൻസർ ലൈറ്റ് ഉണ്ട്. അതായത് ഇവിടേക്ക് ഒരാൾ കയറുന്ന സമയത്ത് അയാൾ നടക്കുന്നതിനുള്ള കണക്കായിട്ട് തന്നെ നമുക്ക് പോകുന്ന രീതിയിൽ കൊടുത്തിട്ട് സെൻസർ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു രാത്രി സമയത്തൊക്കെ അതിൻ്റെ പ്ലേ ഭയങ്കര രസമാണ്. ഒരാൾ കയറുമ്പോൾ അതിൽ തന്നെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, സ്ലോ ആക്കാം, അങ്ങനെ പല ഓപ്ഷൻസ് അതിൽ നമുക്ക് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സെൻസർ ലൈറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെറ്റലാണ് നമ്മൾ സ്റ്റെയർ നേരെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെ സെൻട്രലായിട്ട് നമ്മൾ എക്സ്റ്റീരിയറിൻ്റെ ഭംഗിക്ക് നമ്മളൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ലോപ്പ് വന്ന് എൻഡ് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു
ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ് വെച്ച് അതിൻ്റെ മുകളിലായിട്ട് വുഡൻ റെയിലിംഗ് ആണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഏരിയയിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി നമ്മൾ നേരെ ചെന്നെത്തുന്നത് ചെറിയൊരു അപ്പർ ലിവിങ് ഏരിയ ആണ്. ഇവിടെ കാര്യമായിട്ട് നമുക്കൊരു യൂട്ടിലിറ്റി എന്ന് പറയാനില്ല, പക്ഷേ നമ്മളിവിടെ ചെറിയൊരു സ്റ്റഡി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് അറ്റ് പ്രസൻറ്റ് ഇത് യൂസ് ചെയ്യുന്നതിൽ താഴെ തന്നെ നമ്മൾ റൂമിൽ അതിനുള്ള ഫീച്ചർ എടുത്തുകൊണ്ട്, പക്ഷേ എന്നാലും നാളെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഏരിയ നമ്മൾ വലിയൊരു കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട്. ആ കട്ടൗട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രെയർ റൂം കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഇവിടെ ചെയ്തത്. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇന്നർ കോർട്ട്യാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇന്നർ കോർട്ട്യാർഡിൻ്റെ പോർഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇന്നർ കോർട്ട്യാർഡ് നമ്മൾ കട്ടൗട്ടിൽ വരുന്നതാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ താഴത്തെ വ്യൂ മാത്രമല്ല, നേരെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സീലിങ്ങിലെ സ്ലാബിലൊക്കെ തന്നെ ഒരു ഡിസൈൻ എലമെന്റ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മാക്സിമം ഒരു വെളിച്ചം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. പിന്നെ അതേപോലെ തന്നെ കോർട്ട്യാർഡ് നമ്മൾ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ കാണാൻ പറ്റുക. ഇങ്ങനത്തെ ഒരു സംഭവം കൂടെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അടുത്ത തേർഡ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തേർഡ് ബെഡ്റൂമിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള തേർഡ് ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റീരിയറിൻ്റെ കാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ്ഡ് ആയിട്ട് വരുന്ന സ്ലാബിൻ്റെ നേരെ താഴായിട്ട് വരുന്ന റൂമാണ്. സ്ലോപ്പ്ഡ് സ്ലാബ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഈ റൂമിൻ്റെ ഡിസൈൻ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഫ്രണ്ടിലായിട്ട് നമ്മൾ നല്ലൊരു ഗ്ലാസ് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ഓപ്പണിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ സീലിംഗ് ഫ്ലാറ്റ് ആക്കുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സീലിംഗ് നമ്മൾ സ്ലോപ്പായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. സ്ലോപ്പായി മെയിൻറ്റെയിൻ ചെയ്ത സമയത്ത് നമുക്ക് ഡിസൈനിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ ഡിസൈനിൽ വളരെ ഭംഗിയാവുന്ന രീതിയിൽ നമ്മളത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, രണ്ട് സൈഡിലേക്ക് ഒരു കോർണർ റൗണ്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് അവിടുത്തെ സീലിംഗ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ബെഡിൻ്റെ പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ കാണുന്ന രീതിയിലാണ് നമ്മൾ ബെഡ് സെറ്റ് ചെയ്തത്. ബെഡിൻ്റെ പിറകിലായിട്ട് നമ്മൾ നല്ലൊരു പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതേപോലെ ഗ്രൂ കട്ടിങ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് നല്ല രണ്ട് സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കളർ കോമ്പിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡൻ തന്നെയാണ് ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ബെഡിൻ്റെ ഫിനിഷിങ് നമ്മൾ നോക്കുന്ന സമയത്ത് ബെഡിന് നമ്മൾ കുഷ്യൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ. എന്നാൽ പോലും ബെഡിനൊരു ഭംഗി എലിവേറ്റ് ചെയ്യാനായിട്ട് അടിയിൽ നമ്മളൊരു വുഡൻ കട്ടിങ് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കയറി നിൽക്കാനൊക്കെ പറ്റും. ഇതൊരു ഡിസൈൻ എലമെന്റ് ആണ് ശരിക്കും. അപ്പോൾ നമുക്ക് റൂമിൻ്റെ ബെഡിൻ്റെ ഡിസൈൻ ഒന്നും കൂടെ ഒന്ന് എടുത്ത് കാണിക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് കൂടെ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ബെഡിനോട് ചേർന്നുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു റൂമിൽ തന്നെ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഒരു സ്റ്റഡി പർപ്പസ് എന്ന രീതിയിൽ നമുക്ക് ഒരു ചെറിയൊരു സ്റ്റഡി യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള പോലെയുള്ള ഒരു ടി വി യൂണിറ്റ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ സ്റ്റഡി യൂണിറ്റ് നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സ്റ്റഡി യൂണിറ്റ് തന്നെ ഒരു സീറ്റിംഗ് ഒന്ന് ഇരുന്ന് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഈ സ്പേസ് യൂസ് ചെയ്യാം എന്ന കണ്ടീഷനിലാണ് നമ്മൾ ഈ ഒരു ഏരിയ വർക്കൗട്ട്. എല്ലാ റൂമിലും നമ്മൾ വെന്റിലേഷൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് രണ്ട് സൈഡിൽ വിൻഡോസും കാര്യങ്ങളും കൊടുത്ത് ക്രോസ് വെന്റിലേഷൻ ഒക്കെ നല്ല ഉഷാറാക്കിയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. പിന്നെ ബെഡിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഒരു 3 ഡോർ സാധാരണ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാർഡ്രോബ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബും കൂടെ എക്സ്റ്റെൻഡ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഇവിടെയും നമ്മൾ മുൻപ് താഴെ കാണിച്ച പോലെ തന്നെ ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾ ആക്സസറീസ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഉള്ളിലേക്ക് കൺസീൽഡ് ആയിട്ട് വെക്കുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ വർക്ക് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും നല്ലൊരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഏരിയ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മിറർ യൂണിറ്റ് ഉണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്നത്. ഇവിടെ ഇതേപോലെ ബാത്റൂം നമ്മൾ അത്യാവശ്യം ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. അത് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഡയറക്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഈ ബാത്റൂം ഉള്ളത്. നമ്മളെ ഒരു ബാൽക്കണി കൂടെ നമ്മളെ വീടിന് വരുന്നുണ്ട്. ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൽക്കണി നമ്മൾ 2 എക്സ്റ്റെൻറ്റിലാണ് ചെയ്തത്. ഒന്നൊരു ചെറിയൊരു ഇന്നർ സ്പേസ്, പിന്നെ അതേപോലെ തന്നെ ഒരു ഔട്ടർ സ്പേസ്. ഔട്ടർ സ്പേസ് എന്ന് പറയുന്ന സമയത്ത് മഴയെല്ലാം പെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മഴ കൊള്ളുന്ന ഒരു ഏരിയയാണ്. ഇന്നർ നമുക്ക് മഴ കൊള്ളാതിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ആസ്പെക്ട് വീടിൻ്റെ എല്ലാ ഏരിയയിലും വരുന്ന ഫ്രണ്ടിലത്തെ ഭംഗിയും നമുക്ക് മുകളിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒബിയസ്ലി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ പോർച്ച് ആയിക്കോട്ടെ, എൻട്രൻസ് ആയിക്കോട്ടെ, എല്ലാ സോണും നമുക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഈ ഒരു വീടിൻ്റെ ഒരു മുറ്റത്തിൻ്റെ ഭംഗി നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കുക എന്നുള്ളൊരു ഓപ്ഷനും കൂടെ നമുക്ക് ഇവിടുന്ന് ശരിക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു പുറത്തിറങ്ങി ഇരിക്കാൻ റിലാക്സ് ആയിട്ട് പ്രൈവസിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസും കൂടാണ് നമ്മൾ ഈ ഒരു ബാൽക്കണിൻ്റെ കൂടെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്തത്. അപ്രോക്സിമേറ്റ് 3300 സംതിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു ഏരിയ വരുന്നത് ഈ ഒരു പ്രൊജക്റ്റിന്. അപ്പോൾ തീർച്ചയായും ഇതേപോലത്തെ വീടായിക്കോട്ടെ, ഇനി ഇൻറ്റീരിയർ ആയിക്കോട്ടെ, ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങോ അപ്പാർട്ട്മെൻറ്റ്സോ എന്തും ആയിക്കോട്ടെ, തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഓഫീസ് വരുന്നത് കോഴിക്കോട് നടക്കാവിലാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മളവിടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡീറ്റെയിൽ താഴെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.